എന്നെ ശരിയായി കൃത്യമായി മനസ്സിലാക്കിയ ആൾക്കാരുടെ എണ്ണം മറ്റ് പലരെയും ഭീതിപ്പെടുത്തുന്ന തരത്തിൽ വളരെ വലുതാണ്. അവരുടെ പ്രാർത്ഥന കൂടിയാണ് എൻ്റെ വിജയം. ഞാൻ പറയുന്ന ഈ ഭീതിപ്പെടേണ്ട ആൾക്കാരുണ്ടല്ലോ, അവരുടെയൊക്കെ നടുപിടിക്കുന്ന തരത്തിൽ അവർ പ്രാർത്ഥിച്ചു കളഞ്ഞു. അതാണ് എനിക്ക് വിജയമായിട്ട് ഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെയാണ്, എനിക്കിങ്ങനെ സംസാരിക്കാനും എനിക്കിങ്ങനെ പെരുമാറി ജീവിക്കാനും എനിക്ക് എല്ലാവരെയൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മയും വെച്ച് അങ്ങനെ നടക്കാനാണ് എനിക്കിഷ്ടം. ഒറ്റക്കൊമ്പനാവാൻ എനിക്കിഷ്ടമേ അല്ല, ചീറ്റപ്പുലി ആവാനും എനിക്കിഷ്ടമേ അല്ല. പക്ഷെ ചില അത് അവരുടെ അന്ത്യത്തിനാണ്. ഞാൻ അതിൽ നിന്നൊന്നും എനിക്ക് പിന്നോട്ട് പോകാൻ ഒക്കത്തില്ല. അവരും കൂടി മനസ്സിലാക്കൂ. ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്, നിങ്ങൾ കൂടി മനസ്സിലാക്കൂ. ഞാൻ ഒരാൾക്കും ദ്രോഹം ചെയ്തിട്ടില്ല, ഒരാൾക്കും ദ്രോഹം ചെയ്യുകയുമില്ല. ഈ കൈകൾ ശുദ്ധമാണെന്ന് ഞാൻ ഇങ്ങനെ പറയില്ല. ഈ ഹൃദയം ശുദ്ധമാണ്. ഒരാളെയും ദ്രോഹിച്ചിട്ടില്ല, ഒരാളെയും ദ്രോഹിക്കുകയുമില്ല. ഇത്രയും ചങ്കൂറ്റത്തോടെ ആരൊക്കെ പറയുന്നു, നിങ്ങൾ അവരുടെ ചരിത്രം കൂടി അവരുടെ മുന്നിൽ വെച്ച് അവരെ കൊണ്ട് പറയിക്കാൻ ശ്രമിക്കും. So that's him, so genuine. അതുകൊണ്ട് തന്നെ പറഞ്ഞത് എന്താണെന്ന് ഓർത്തിരിക്കേണ്ട കാര്യമോ അത്തരത്തിലുള്ള ബാധ്യതകളോ ഇല്ലാത്തത് കൊണ്ടാണ് ആൾക്ക് ഇത്ര ജെനുവിനായിട്ട് നമ്മുടെ മുന്നിൽ ഇരിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. നമ്മൾ കള്ളം പറയുമ്പോഴും ഫേക്ക് ആകുമ്പോഴും ഒക്കെ അല്ലേ നമുക്ക് പലപ്പോഴും ഓർത്ത് വെക്കേണ്ട, ഇന്നലെ ഞാൻ എന്തായിരുന്നു പറഞ്ഞത്, അത്തരത്തിലുള്ള കെട്ടുപാടുകളൊന്നും ഇല്ലാതെ പച്ചയായ ഒരു മനുഷ്യനായിട്ട് നമ്മുടെ മുന്നിലിരിക്കുകയാണ്. ഓ, ഇതിപ്പോ പറഞ്ഞു ഞാനാകെ ഇമോഷണൽ ആവുന്നുണ്ടോന്ന് എനിക്കിന്നൊരു സംശയം. ലാസ്റ്റ് നമുക്ക് ഒരു ബൈറ്റും കൂടെ ഉണ്ട്, അതും കൂടെ കാണാം നമുക്ക്. നമസ്കാരം സുരേഷ് ചേട്ടാ, ഞാൻ വിവേകാണ്. കണ്ണൂർ തലശ്ശേരി സ്വദേശിയാണ്. ഞാൻ കുറച്ചു കാലമായിട്ട് ഒരുപാട് പോർട്രേറ്റുകൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേറ്റവും എനിക്കിഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് സുരേഷ് ചേട്ടൻ. ഇപ്പോൾ സുരേഷ് ചേട്ടൻ്റെ പൊളിറ്റിക്സ് ആണെങ്കിലും സിനിമയായാലും ഫാമിലി ലൈഫായാലും ഞാൻ ഒരുപാട് അതിനെ ഇഷ്ടപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈയിടെയായിട്ട് വരയ്ക്കുന്ന അധിക ചിത്രത്തിൽ സുരേഷ് ചേട്ടൻ്റെ ചിത്രങ്ങൾ അധികവും കടന്നു വരാറുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അതിലൊരു ചിത്രം ഞാൻ സുരേഷ് ചേട്ടനെ ഇപ്പോൾ ഇവിടെ കൈമാറുകയാണ്. എന്തായാലും നന്ദി.